ഒരു ഇൻട്രോ വീഡിയോയുടെ ഐഡിയൽ ടൈം എന്ന് വെച്ചാൽ 1 മിനിറ്റ് അല്ലെങ്കിൽ 1.5 മിനിറ്റ് ആണ് മാക്സ്. അതിൽ കൂടുതൽ സമയം 2 മിനിറ്റ് 3 മിനിറ്റ് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ആരും നോക്കില്ല. സോ ഈ 1 മിനിറ്റിൽ അല്ലെങ്കിൽ 1.5 മിനിറ്റിൽ നിങ്ങളെ എങ്ങനെ പ്രസന്റ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ലാസ്റ്റ് വരെ കാണുക. ലെറ്റ്സ് ഗോ. നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം അഭിഷേക് ബോക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഓൾറൈറ്റ്, സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ നമ്മുടെ ഇൻട്രോ വീഡിയോ സീരീസിന്റെ ലാസ്റ്റ് പാർട്ടാണ്, അതായത് ദ കോണ്ടന്റ്. യെസ്, ഇൻട്രോ വീഡിയോയിൽ കോണ്ടന്റ് എങ്ങനെയായിരിക്കണം, നിങ്ങളുടെ എന്തൊക്കെ ഡീറ്റെയിൽസ് വേണം ഇൻക്ലൂഡ് ചെയ്യാൻ, അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഗൈസ്, ഈ ചാനലിൽ ഞാൻ മോഡലിംഗ് റിലേറ്റഡ് വീഡിയോസ് മാത്രമല്ല ഫാഷൻ, ഫിറ്റ്നസ്, ഗ്രൂമിംഗ്, ഹെയർ കെയർ, സ്കിൻ കെയർ, മോഡലിംഗ്, ആക്ടിംഗ് ഇതിനെക്കുറിച്ചൊക്കെ വീഡിയോസ് ചെയ്യാറുണ്ട്. സോ ഡെഫിനറ്റ്ലി നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ താഴെ റെഡ് കളർ ബട്ടൺ ഉണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുക, സോ ദാറ്റ് യു ഗെറ്റ് ദ നോട്ടിഫിക്കേഷൻ ഫസ്റ്റ്. ആൻഡ് ഇതാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം. ഡെയിലി ബേസിൽ ഫാഷൻ റിലേറ്റഡ്, ഫിറ്റ്നസ് റിലേറ്റഡ്, മൈ പേഴ്സണൽ ലൈഫ് സ്റ്റൈൽ റിലേറ്റഡ് ആയിട്ടുള്ള ഫോട്ടോസ്, വീഡിയോസ് ആൻഡ് സ്റ്റോറീസ് ഞാൻ ഡെയിലി പോസ്റ്റ് ചെയ്യാറുണ്ട്. ചെക്ക് ദാറ്റ് ഔട്ട് if you are interested. So guys, ഈ intro video series ന്റെ ഫസ്റ്റ് 2 പാർട്ടായ how to shoot an intro video and what to wear for an intro video നിങ്ങൾ കണ്ടു എന്ന് വിശ്വസിക്കുന്നു. കണ്ടില്ലെങ്കിൽ ഇവിടെ ലിങ്ക് കൊടുത്തേക്കാം, you can check that out. ഈ വീഡിയോ കണ്ടതിന് ശേഷം ആ വീഡിയോ കാണുക, അപ്പോൾ നിങ്ങൾക്ക് കംപ്ലീറ്റ് നോളജ് കിട്ടും. ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ 3 ജനറൽ പോയിന്റ്സ് ഞാൻ പറയാം. വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, മനസ്സിനുള്ളിൽ എഴുതി വെച്ചോളൂ. കോൺഫിഡൻസ്, ക്ലാരിറ്റി ആൻഡ് സ്പീഡ്. കോൺഫിഡൻസ്, ക്ലാരിറ്റി ആൻഡ് സ്പീഡ്, ഇത് മൂന്നും വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇൻട്രോ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ, ഫോർ ആക്ടേഴ്സ്, മോഡൽസ്, ഫോർ മെൻ ആൻഡ് വുമൺ, എല്ലാവർക്കും വേണ്ടി. ഓക്കെ, സോ ഫസ്റ്റ് പോയിന്റ്, കോൺഫിഡൻസ്. നമ്മൾ എപ്പോഴും ഇൻട്രോ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ യു ഷുഡ് ലുക്ക് കോൺഫിഡൻറ്റ്. വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾ ഇൻട്രോ വീഡിയോ ഷൂട്ട് ചെയ്യണം. ഇല്ലെങ്കിൽ എന്താ പറയുക, നിങ്ങൾ സാധാരണ ഇങ്ങനെ ഹായ് മൈ നെയിം ഈസ് അഭിഷേക് ഷെനോയ്, എനിക്ക് ഇത്ര വയസ്സ്, ഇങ്ങനെ അങ്ങനെ നിങ്ങൾ താഴത്ത് നോക്കി അവിടെ ഇവിടെയൊക്കെ നോക്കി ഇങ്ങനെ പറയുമ്പോൾ മനസ്സിലാവും, ഇവൻ കോൺഫിഡൻ്റ് അല്ല, ഇവൻ ക്യാമറ ഫ്രണ്ട്ലി അല്ല, എന്താ ഇവൻ ഈ കഥാപാത്രം കൊടുത്തു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റില്ല എന്നൊരു തോന്നൽ വരും. സോ എപ്പോഴും നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കണം, ക്യാമറയിൽ നോക്കി തന്നെ സംസാരിക്കണം. ഹായ് മൈ നെയിം ഈസ് അഭിഷേക് ഷെനോയ് എന്ന് പറഞ്ഞ് വളരെ ക്ലിയർ ആയിട്ട് സംസാരിക്കണം, വളരെ കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കണം നമ്മൾ. ഓക്കെ, എന്ന് വെച്ചാൽ നിങ്ങൾ ഓവർ കോൺഫിഡൻ്റ് ആകുമ്പോഴാണ് യൂട്യൂബിൽ നമ്മൾ ചെയ്യുന്ന പോലെ hey guys this is your അഭിഷേക് ഷെനോയ് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനത്തെ പരിപാടി വേണ്ട. ഒരു ഇരുത്തത്തോടെ, കാമായിട്ട്, കൂളായിട്ട്, കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കാം. നമസ്കാരം, എൻ്റെ പേര് അഭിഷേക് ഷെനോയ് എന്ന് പറഞ്ഞാൽ ഒരു ഇരുത്തത്തോടെ നിങ്ങൾ തുടങ്ങാം. ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ഇരുത്തം ഉദ്ദേശിച്ചത് നിങ്ങളുടെ വോയിസിലും നിങ്ങളുടെ ആ ഒരു ഫീൽ, വൈബ്, ഒരു ഇരുത്തത്തോടെ, ഒരു മെച്ചോർഡായിട്ട് നിങ്ങൾ ഇൻട്രോ വീഡിയോ ഷൂട്ട് ചെയ്യാം. ഓക്കെ, സോ അതാണ് കോൺഫിഡൻസ്. രണ്ടാമത്തെ കാര്യം ക്ലാരിറ്റി. നമ്മളെപ്പോഴും പറയുമ്പോൾ വായിൽ മുഴുക്കാൻ അങ്ങനെ സംസാരിച്ചാൽ ആർക്കും മനസ്സിലാകാൻ പോലുള്ള. സോ ക്ലാരിറ്റിയോടെ നമ്മൾ 1 മിനിറ്റ് ആണെങ്കിലും ഈ 1 മിനിറ്റിൽ നിങ്ങൾ ചില ഒരു ധൃതിയോടെ പറയും ഹായ് ഗായ്സ് എൻ്റെ പേര് അഭിഷേക് ഷെനോയ്, എനിക്ക് ഇത്ര വയസ്സുണ്ട്, എനിക്ക് ഇവിടെ നിന്നാണ്. അപ്പം ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഒരു എന്താണ് ഇവൻ ചെയ്യുന്നത്, എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു തോന്നും. സോ ക്ലിയർ ആയിട്ട് ഓരോ സെന്റൻസും നിങ്ങൾ സ്ഫുടത അത് തന്നെ അതോടെ നിങ്ങൾ ക്ലാരിറ്റിയോടെ നിങ്ങൾ സംസാരിക്കുക. ഓക്കെ, അതാണ് രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ പോയിന്റ് സ്പീഡ്. ചിലവർ ഭയങ്കര സ്പീഡിൽ സംസാരിക്കും, ചിലവർ ഭയങ്കര സ്ലോ ആയിട്ട് സംസാരിക്കും. അത് പാടില്ല. എസ്പെഷ്യലി ആക്ടിങ്ങിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇരുത്തത്തോടെ നിങ്ങൾ എന്താ പറയുക, മെച്ചോർഡായിട്ട് സംസാരിക്കുക. നമസ്കാരം, എൻ്റെ പേര് അഭിഷേക് ഷെനോയ് എന്ന് സംസാരിക്കുക. മോഡലിംഗിലാണെങ്കിൽ അഗെയിൻ നമസ്കാരം എൻ്റെ പേര് അഭിഷേക് ഷെനോയ്, ഒരു ഇത്തിരി സ്പീഡാവും, കുഴപ്പമില്ല. എന്ന് വെച്ച് നമസ്കാരം എൻ്റെ പേര് അഭിഷേക് ഷെനോയ് എന്ന് പറഞ്ഞിട്ട് വാർത്ത വായിക്കുന്ന പോലെ വായിക്കരുത്. സോ സ്പീഡും നിങ്ങൾ കൺട്രോൾ ചെയ്യുക. പെട്ടെന്ന് വളരെ സ്പീഡിൽ സംസാരിച്ചാൽ നിങ്ങൾ എന്താ പറയുക, കോൺഫിഡൻ്റ് അല്ല എന്നൊരു തോന്നലും വരും. കാരണം കോൺഫിഡൻസ് ഇല്ലാത്തവരാണിങ്ങനെ പെട്ടെന്ന് എങ്ങനെയും തീർക്കണം, അയ്യോ എനിക്ക് മടിയാണ്, എനിക്ക് നാണമാണ്, എനിക്ക് എങ്ങനെയും തീർത്താൽ മതി എന്നൊരു വൈബ് പോവരുത്. സോ സ്പീഡും നിങ്ങൾ കൺട്രോൾഡായിട്ട്, വളരെ കാമായിട്ട്, ഒരു ഇരുത്തത്തോടുകൂടി സംസാരിക്കും. ഓക്കെ, അപ്പൊ ജനറൽ പോയിന്റ് കഴിഞ്ഞു. ഇനി 1 by 1 എന്നാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത് എന്ന് തുടങ്ങാം. സോ ഗൈസ്, ഇനി നമുക്ക് ഡീറ്റെയിൽസിലേക്ക് കടക്കാം. എപ്പോഴും നമ്മൾ ഇൻട്രോ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഒന്ന് അഭിസംബോധന ചെയ്യുക, അനുസംബോധന. അത് ചെയ്തു തുടങ്ങാം. കാരണം മലയാളത്തിലാവുമ്പോൾ നമസ്കാരം എന്ന് പറഞ്ഞു തുടങ്ങാം, ഹിന്ദി ആണെങ്കിൽ നമസ്കാർ എന്ന് പറഞ്ഞു തുടങ്ങാം, ഇംഗ്ലീഷ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യയിലുള്ള മിക്ക സ്ഥലത്തും ഇംഗ്ലീഷ് അയക്കുമ്പോൾ നിങ്ങൾ നമസ്തേ എന്ന് പറഞ്ഞു തുടങ്ങാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാരണ പറയുന്ന പോലെ ഹലോ മൈ നെയിം ഈസ് അഭിഷേക് ഷെനോയ് എന്ന് തുടങ്ങാം, ഹലോ എന്ന് പറഞ്ഞ് തുടങ്ങാം, കുഴപ്പമില്ല. അവിടെ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ എന്നോ ഗുഡ് ഈവനിങ് എന്നോ അത് പറയേണ്ട ആവശ്യമില്ല. കാരണം ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ എന്നൊന്നും നമ്മൾ നേരിട്ട് പറയുന്ന പരിപാടിയില്ല, ഇതൊരു ഇൻട്രോ ആണ്. അപ്പൊ ആ വാക്യം ഒഴിവാക്കുക. അതുപോലെ തന്നെ ഗുഡ് ഈവനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ല, എന്നാൽ പോലും ഇപ്പൊ രാവിലെ കാണുന്നുണ്ടെങ്കിൽ ഗുഡ് ഈവനിങ് വിൽ നോട്ട് ബി എഫക്റ്റീവ്. സോ ബെറ്റർ എന്ന് വെച്ചാൽ നമസ്തേ മൈ നെയിം ഈസ് അഭിഷേക് ഷെനോയ്, നമസ്കാർ മേരാ നാം ഹെ അഭിഷേക് ഷെനോയ്, നമസ്കാരം എൻ്റെ പേര് അഭിഷേക് ഷെനോയ്, അങ്ങനെ പറഞ്ഞു തുടങ്ങാം. ഓക്കെ, സോ ഫസ്റ്റ് പോയിന്റ് അത് നിങ്ങൾ മനസ്സിൽ വെക്കുക. ഇനി രണ്ടാമത്തെ നെയിം, ഞാൻ പറഞ്ഞ പോലെ നമസ്കാരം എൻ്റെ പേര് അഭിഷേക് ഷെനോയ്. നെയിം പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താ വെച്ചാൽ ഹാഫ് നെയിം, അതായത് എൻ്റെ പേര് അഭിഷേക് എന്ന് പറഞ്ഞ് നിർത്തരുത്. ഫുൾ നെയിം തന്നെ നിങ്ങൾ എപ്പോഴും പറയുക, ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് പറയാം. നമസ്കാരം എൻ്റെ പേര് അഭിഷേക് ഷെനോയ് എന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞു തുടങ്ങുക. പേര് മുഴുവനായിട്ട് പറയാം, സ്ഫുടതയോടുകൂടി പറയാം, ക്ലാരിറ്റിയോടുകൂടി പറയാം. ഹാഫ് നെയിം ഒരിക്കലും പറയാൻ പാടില്ല. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഏജ് ആണ്. ഇനി
ഏജിനെ കുറിച്ച് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് ടൈപ്പ് ഓഫ് ഏജ് പറയാൻ നിങ്ങൾക്ക് പറ്റും. ഒന്ന് എന്ന് വെച്ചാൽ നിങ്ങളുടെ റിയൽ ഏജ്, അതായത് നിങ്ങൾക്ക് ഇപ്പോൾ 20 വയസ്സാണെങ്കിൽ 20 വയസ്സ്, 30 വയസ്സാണെങ്കിൽ 30 വയസ്സ്. അപ്പൊ നിങ്ങൾ പറയാം ഐ ആം 50 years old അല്ലെങ്കിൽ 40 years old എന്ന് പറയാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീൻ ഏജ് പറയാൻ പറ്റും. എസ്പെഷ്യലി അത് മോഡലിംഗിൽ നിങ്ങൾ ഒഴിവാക്കുക. മോഡലിംഗിൽ നിങ്ങൾ എപ്പോഴും ഒറിജിനൽ ഏജ് വേണം പറയാൻ വേണ്ടി. ബട്ട് ആക്ടിങ്ങിലാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സിനിമയുടെ കാസ്റ്റിംഗ് കോളിലാണ് നിങ്ങൾ അയക്കുന്നത്, അല്ലെങ്കിൽ വെബ് സീരീസിന്റെ കാസ്റ്റിംഗ് കോളിലാണ് അയക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീൻ ഏജ് പറയാൻ കുഴപ്പമില്ല. ബട്ട് ദെൻ കൂടുതൽ ആൾക്കാരും അത് പ്രിഫർ ചെയ്യില്ല. കൂടുതലും നിങ്ങൾ റിയൽ ഏജ് പറയുന്നതാണ് നല്ലത്. ബട്ട് ദെൻ എന്താ പറയാ, നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയാ ഐ ആം 40 years old ആൻഡ് മൈ സ്ക്രീൻ ഏജ് ഈസ് എന്ന് പറഞ്ഞിട്ട് സ്ക്രീൻ ഏജ് പറയാം. ഇനി എന്താണ് സ്ക്രീൻ ഏജ്? അതായത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ കഥാപാത്രത്തിന്റെ ഏജ് കാറ്റഗറി. ഫോർ എക്സാമ്പിൾ ഇപ്പൊ എനിക്ക് 20 വയസ്സുള്ളൊരു കോളേജ് സ്റ്റുഡന്റ് റോൾ ചെയ്യാൻ പറ്റും. ലുക്സിൽ ചെറിയൊരു ചേഞ്ച് വരുത്തിയാൽ 25 വയസ്സുള്ളൊരു എന്താ പറയാ ഒരു യങ്സ്റ്ററിന്റെ റോൾ ചെയ്യാൻ പറ്റും. ഇല്ല ഒരു 30 വയസ്സുള്ള ഒരു 28-29 വയസ്സൊക്കെ ഉള്ള ഒരു ഓഫീസ് ഗോയിങ് ഒരു എക്സിക്യൂട്ടീവിന്റെ റോൾ എനിക്ക് ചെയ്യാൻ പറ്റും. സോ എന്റെ എന്താ സ്ക്രീൻ ഏജ് എന്ന് പറയുന്നത് ഒരു 20 മുതൽ ഒരു 28-29 ആ ഏജ് കാറ്റഗറിയാണ്. ഈവൻ എന്താ പറയാ കുറച്ചൊക്കെ ഞാൻ ട്രാൻസ്ഫോർമേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് ഈവൻ കുറച്ചും കൂടെ ആ വിൻഡോയുടെ ലെങ്ത് കൂട്ടാൻ പറ്റും. ബട്ട് എന്താ പറയാ നിങ്ങൾ വളരെ സീരിയസ് അല്ല, നിങ്ങൾക്ക് ലുക്സിൽ ചേഞ്ച് പെട്ടെന്ന് വരുത്താൻ പറ്റില്ല, ട്രാൻസ്ഫോർമേഷൻ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്ക്രീൻ ഏജിന്റെ വിൻഡോ കുറയും. അതായത് നിങ്ങൾക്ക് 20 വയസ്സ് മുതൽ 25 വയസ്സ് വരെ, എന്റെ സ്ക്രീൻ ഏജ് 20 മുതൽ 25 വയസ്സ് വരെ എന്ന് പറയാം. ഇല്ലെങ്കിൽ എന്റെ സ്ക്രീൻ ഏജ് 40 മുതൽ 45 വയസ്സ്. അപ്പൊ ഈ ചെറിയൊരു വിൻഡോ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്രീൻ ഏജും അവർക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പൊ ഇവന് ഈ ലുക്കും ആ ലുക്കും ഇത്ര വയസ്സുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്യാൻ പറ്റും എന്നൊരു ഐഡിയ കിട്ടും. സോ അതാണ് ഏജ്. ബട്ട് ഞാൻ പ്രിഫർ ചെയ്യുന്നത് എപ്പോഴും റിയൽ ഏജ് പറയാ. നിങ്ങൾ എന്റെ റിയൽ ഏജ് ഐ ആം ദിസ് മച്ച് ഇയർ ഓൾഡ് അത്രയും പറഞ്ഞാൽ മതി. എന്റെ റിയൽ ഏജ് ആണ് എന്ന് പറയേണ്ട ആവശ്യമില്ല. ഐ ആം 50 years old എന്നോ 60 years old എത്രയാണെന്ന് വെച്ചാൽ ആ പ്രായം നിങ്ങൾ നേരിട്ട് പറയാ, റിയൽ ആയിട്ട് പറയാം. സോ ഗൈസ് നെക്സ്റ്റ് പോയിന്റ് ആണ് ഹൈറ്റ്. നൗ ഹൈറ്റിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ എപ്പോഴും നിങ്ങൾ ഹൈറ്റ് പറയുമ്പോൾ റിയൽ ഹൈറ്റ് പറയാ. നിങ്ങൾ എത്ര ഹൈറ്റ് ആണോ അത്രയും പറയാ, കള്ളം പറയേണ്ട ആവശ്യമില്ല. മിക്കവരും കള്ളം പറയാറുണ്ട്, മിക്കവരും കൂട്ടി പറയാറുണ്ട്. ഇപ്പൊ 6 അടി ആണെങ്കിൽ നിങ്ങൾ 6'1" 6'2" പറയാറുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ എന്തായാലും ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് നിങ്ങളെ വിളിക്കുമ്പോൾ അവർ ഹൈറ്റ് ചെക്ക് ചെയ്യുമ്പോൾ തെറ്റാണെങ്കിൽ നിങ്ങളെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യും. ഫ്രം ഷോർട്ട് ലിസ്റ്റ് ടു ബ്ലാക്ക് ലിസ്റ്റ്. സോ അങ്ങനെ ആവാതിരിക്കുമ്പോൾ എപ്പോഴും റിയൽ ഹൈറ്റ് പറയാം. നൗ മോഡലിംഗിൽ ഹൈ ഫാഷൻ മോഡലിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ ഹൈറ്റ് ഒരു ടോൾ ഹൈറ്റ് ഇമ്പോർട്ടന്റ് ആണ്. ഭയങ്കര പൊക്കം കൂടുതൽ ഉണ്ടെങ്കിൽ അത് നല്ലതാണ് ഹൈ ഫാഷൻ മോഡലിംഗിൽ. ബട്ട് ആഡിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഹൈറ്റ് അത്ര ഇമ്പോർട്ടന്റ് അല്ല. ഭയങ്കര നീളം ഭയങ്കര പൊക്കം വേണമെന്ന് നിർബന്ധമില്ല. ഒരു മീഡിയം ഹൈറ്റ് ഈസ് ഓക്കെ. ആക്ടിങ്ങിലാണെങ്കിലും ഹൈറ്റിന് ഒരു എല്ലാ തരത്തിലുള്ള ക്യാരക്ടേഴ്സും ഉണ്ട് സിനിമയിൽ. പൊക്കമുള്ള ക്യാരക്ടർ ഉണ്ട്, പൊക്കമില്ലാത്ത ക്യാരക്ടർ ഉണ്ട്. സോ ഡസന്റ് മാറ്റർ. ബട്ട് വാട്ട് മാറ്റേഴ്സ് ഈസ് റിയാലിറ്റി. നിങ്ങൾ എപ്പോഴും റിയൽ ഹൈറ്റ് പറയാ. നിങ്ങൾ കാരണം ഒരു ഡയറക്ടറിന്റെ മനസ്സിലുണ്ടാവും ഓക്കെ ചെക്കൻ ഇത്ര ഹൈറ്റ് വേണം, പെണ്ണിന് ഇത്ര ഹൈറ്റ് വേണം, കോമ്പിനേഷൻ സീനൊക്കെ ഉണ്ടാവും. സോ ഈ ഹൈറ്റിൽ ഡയറക്ടറിന്റെ മനസ്സിലുണ്ടാവും ഇത്ര ഹൈറ്റിൽ ചെക്കൻ വേണമെന്ന്. അതുകൊണ്ടാണ് ആ ഹൈറ്റ് റിക്വയർമെന്റ് കൊടുക്കുന്നത്. അപ്പൊ നിങ്ങൾ കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് സ്ക്രീനിൽ കാണുമ്പോൾ അയ്യോ ഒരു മിസ്മാച്ച് ഉണ്ടല്ലോ എന്ന് പറയും. അപ്പൊ ഹൈറ്റ് ചെക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും നിങ്ങൾ കള്ളം പറഞ്ഞു. സോ എപ്പോഴും ഹൈറ്റ് റിയൽ ഹൈറ്റ് പറയാ. സത്യസന്ധതയോടുകൂടി മെഷർ ചെയ്യുക. ഒരു ഹൈറ്റ് മെഷർ ചെയ്യുന്ന സ്ഥലത്ത് പോയി മെഷർ ചെയ്യുക. ജിമ്മിൽ ഉണ്ടാവും, അല്ലെങ്കിൽ ഏതെങ്കിലും ഡോക്ടറിനടുത്ത് പോയാൽ ഡോക്ടറിനടുത്ത് ഉണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ടേപ്പ് ഉണ്ടെങ്കിൽ ടേപ്പ് വെച്ച് നിങ്ങൾക്ക് മെഷർ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ദാറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. സോ ഗൈസ് നെക്സ്റ്റ് പോയിന്റ് ആണ് പ്ലേസ്. പ്ലേസ് പറയുമ്പോൾ നിങ്ങൾ ഇപ്പോൾ ഉള്ള സ്ഥലം മാത്രമല്ല പറയേണ്ടത്, രണ്ട് സ്ഥലത്തിന്റെ പേര് പറയാം. ഒന്ന് നിങ്ങളുടെ ഹോം ടൗൺ, രണ്ട് നിങ്ങളുടെ കറന്റ് സിറ്റി. അതായത് നിങ്ങൾ കൊച്ചിയിൽ നിന്നാണ്, നിങ്ങൾ ചെന്നൈ സെറ്റിൽഡ് ആണെങ്കിൽ മൈ ഹോം ടൗൺ ഇസ് കൊച്ചി ആൻഡ് ഐ എം സെറ്റിൽഡ് ഇൻ ചെന്നൈ, ഓർ റൈറ്റ് നൗ ഐ എം അവൈലബിൾ ഇൻ ചെന്നൈ. ഇപ്പോഴത്തെ കറന്റ് ലൊക്കേഷൻ എവിടെയാണ്? ചെന്നൈ ആണെങ്കിൽ ചെന്നൈ പറയാം, മുംബൈ ആണെങ്കിൽ മുംബൈ പറയാം. നിങ്ങളുടെ ഹോം ടൗൺ എവിടെയാണ്? കൊച്ചി എങ്കിൽ കൊച്ചി പറയാ, ഇല്ല ബാംഗ്ലൂർ എങ്കിൽ ബാംഗ്ലൂർ പറയാം. അതെന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടം. ഹോം ടൗണും കറന്റ് ലൊക്കേഷനും എപ്പോഴും നിങ്ങൾ പ്ലേസ് പറയുമ്പോൾ പറയാം. സോ ഗൈസ് നെക്സ്റ്റ് പോയിന്റ് ആണ് എക്സ്പീരിയൻസ്. ഇനി എക്സ്പീരിയൻസ് പറയുമ്പോഴും നിങ്ങൾ ഇതുപോലെ തന്നെ ഫ്രഷർ ആണെങ്കിൽ കള്ളം പറയുന്നത് ഫ്രഷർ ആണെന്ന് തന്നെ പറയാം. അഗെയിൻ ഞാൻ എല്ലാ പോയിന്റ് പറയുമ്പോഴും കള്ളം പറയരുത് എന്ന് പറയുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അതാണ് ബെസ്റ്റ്. എപ്പോഴും നമ്മൾ സത്യം പറയാൻ പഠിക്കുക. കാരണം നിങ്ങൾ റിയൽ ആയിട്ട് നിൽക്കുമ്പോൾ കള്ളം പറഞ്ഞാൽ ഇന്നലെ നാളെ നിങ്ങൾ പിടിക്കപ്പെടും. റിയൽ ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല, ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല, കൂൾ. ഓക്കെ, അപ്പൊ എപ്പോഴും റിയൽ ആയിട്ട് നിൽക്കുക, സത്യസന്ധതയോടുകൂടി എല്ലാം സത്യം പറയാൻ പഠിക്കുക. ഓക്കെ, ദാറ്റ് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്. അത് മോഡലിംഗ് ആയിക്കോട്ടെ, ആക്ടിങ് ആയിക്കോട്ടെ, റിയൽ ജീവിതമായിക്കോട്ടെ. ഓക്കെ, അത് മനസ്സിലാദ്യം വെക്കുക. സത്യസന്ധത ഇസ് വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഫ്രഷർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കള്ളം പറഞ്ഞു വിചാരിച്ചോ, ഓ ഞാൻ ഈ ഫാഷൻ ചെയ്തിട്ടുണ്ട്, ആ ഫാഷൻ ചെയ്തിട്ടുണ്ട്, ആ ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്, ഇത് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഓക്കെ, അവർ ചോദിക്കും റെഫറൻസ് താ, ഫോട്ടോസ് താ, ആ ലിങ്ക് താ ഷോർട്ട് ഫിലിമിന്റെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പണി കിട്ടും. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ എപ്പോഴും സത്യം പറയാം. ഫ്രഷർ ആണെങ്കിൽ നിങ്ങൾ എക്സ്പീരിയൻസിന്റെ ഈ സാധനം ഒന്നെങ്കിൽ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം, ഇല്ല എങ്കിൽ അവിടെ വേറൊരു പോയിന്റ് നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം. I am a passionate actor, I am a passionate model, അല്ലെങ്കിൽ I am looking for a good opportunity in movie, I am looking for a good opportunity in designer shows, അല്ലെങ്കിൽ ആഡ്സ്. അത് നിങ്ങൾക്ക് പറയാം. നിങ്ങളുടെ ആഗ്രഹം എന്താണ്, അല്ലെങ്കിൽ എന്താ പറയാ നിങ്ങൾ നോക്കുന്ന ഓപ്പർച്യൂണിറ്റി എന്താണ്, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, അത് നിങ്ങൾക്ക് പറയാൻ പറ്റും ഇതിനോട്. അല്ലെങ്കിൽ നിങ്ങൾ ഫ്രഷർ ആണെങ്കിൽ സത്യമായിട്ട് പറയാം I am a fresher looking for a good opportunity എന്ന് പറയാം. ഇറ്റ്സ് വെരി ഗുഡ്, ഇത് റിയലിസ്റ്റിക് ആണ്. ഇനി നിങ്ങൾ എക്സ്പീരിയൻസ്ഡ് ആയ വ്യക്തിയാണെങ്കിൽ
എല്ലാവർക്കും പറയണമെന്നില്ല. നിങ്ങൾ കുറെ ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും പറയണമെന്നില്ല. ഏറ്റവും ബെസ്റ്റ് ആയ 2-3 കാര്യങ്ങൾ പറയാം. വലിയ വലിയ ബ്രാൻഡിന്റെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഐ ഹാവ് ഡൺ TVC ഓഫ് ദിസ് ബ്രാൻഡ്, ഐ ഹാവ് ഡൺ TVC ഓഫ് ദാറ്റ് ബ്രാൻഡ് എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും. ഇല്ല നിങ്ങൾ കാറ്റഗറീസ് ആണ് പറയേണ്ടതെങ്കിൽ നിങ്ങൾക്ക് പറയാം ഐ ഹാവ് ഡൺ TVCs, പ്രിന്റ് ഷൂട്ട്, ഡിസൈനർ ഷോസ്, ബ്യൂട്ടി പേജൻസ്, അതെടുത്ത് പറയാം. ഇനി ആക്ടിങ്ങിലാണെങ്കിൽ പോലും സെയിം. നിങ്ങൾ എന്താ പറയാ ഒരു നോട്ടീസബിൾ ആയിട്ടുള്ള ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ടെങ്കിൽ ഐ ഹാവ് ഡൺ ദിസ് ഷോർട്ട് ഫിലിം, ഐ ഹാവ് ഡൺ ദിസ് തമിഴ് മ്യൂസിക് വീഡിയോ, ഐ ഹാവ് ഡൺ ദിസ് മലയാളം തിയേറ്റർ എന്ന് പറഞ്ഞാൽ എടുത്ത് പറയാം. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജനറലി പറയാം ഐ ഹാവ് ഡൺ തിയേറ്റർ, ഷോർട്ട് ഫിലിം, മ്യൂസിക് വീഡിയോ. നിങ്ങൾക്ക് അങ്ങനെയും പറയാം കാറ്റഗറി വൈസ്. സോ ഗൈസ് നെക്സ്റ്റ് പോയിന്റ് ആണ് ലാംഗ്വേജ്. നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ ലാംഗ്വേജ് അറിയാമെങ്കിൽ അത് എടുത്ത് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മോഡലിംഗിൽ അത്ര ഇമ്പോർട്ടന്റ് ഇല്ല. യെസ്, ആഡിനാണെങ്കിൽ നിങ്ങൾക്ക് പറയാൻ പറ്റും ഇന്ന ലാംഗ്വേജ് അറിയാമെന്ന്. ബട്ട് ദെൻ പ്രിന്റ് ഷൂട്ടിന് വേണ്ടിയാണ്, ഫാഷൻ ഷോക്ക് വേണ്ടിയാണെങ്കിൽ ലാംഗ്വേജ് ഡസന്റ് പ്ലേ. കാരണം അവിടെ നിങ്ങൾ വാക്കാണ് ചെയ്യുന്നത്, റാമ്പ് വാക്കാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ പ്രിന്റ് ഷൂട്ടിലാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് പോസിംഗ് ആണ് ചെയ്യുന്നത്, എക്സ്പ്രഷൻസ് ആണ് ഇമ്പോർട്ടന്റ്. അവിടെ നിങ്ങൾ ലാംഗ്വേജ് ഇമ്പോർട്ടന്റ് അല്ല. ബട്ട് ദെൻ നിങ്ങളൊരു ആഡിനാണ് അപ്രോച്ച് ചെയ്യുന്നതെങ്കിൽ ലാംഗ്വേജ് ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് ഏതൊക്കെ ലാംഗ്വേജ് അറിയാം എന്നവർക്ക് അറിയണം. ഇനി സിനിമയൊക്കെ ആണെങ്കിൽ, അതായത് ആക്ടിങ്ങിലാണെങ്കിൽ, മൂവീസ് ആയിക്കോട്ടെ, വെബ് സീരീസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ തിയേറ്റർ ആയിക്കോട്ടെ, നിങ്ങൾ ഏതൊക്കെ ലാംഗ്വേജ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ അത് പറയാം. ബട്ട് ദെൻ ഫ്ലുവന്റ് ലാംഗ്വേജസ് മാത്രം പറയാം നിങ്ങൾ. ഫോർ എക്സാമ്പിൾ എനിക്ക് മലയാളം, ഹിന്ദി, ഇംഗ്ലീഷ്, തമിഴ്, കൊങ്കണി ഈ 5 ലാംഗ്വേജസ് ഫ്ലുവന്റ് ആയിട്ട് സംസാരിക്കാൻ അറിയാം. അപ്പൊ ഞാൻ ലാംഗ്വേജ് പറയുമ്പോൾ ഐ ക്യാൻ സ്പീക്ക് ഫ്ലുവന്റ്ലി ഇൻ ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം, തമിഴ്, കൊങ്കണി ഇങ്ങനെ എടുത്തു പറയും ഞാൻ. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന മൂവിയിൽ നിങ്ങൾക്ക് ഇപ്പൊ ചാൻസ് ഇല്ലെങ്കിൽ പോലും ആ കാസ്റ്റിംഗ് ഡയറക്ടർ നോക്കുമ്പോൾ ഓക്കെ നിങ്ങൾക്ക് മലയാളത്തിൽ ചാൻസ് കിട്ടില്ല, ബട്ട് ദെൻ തമിഴ് ഇവൻ അറിയാം, അപ്പൊ ഈ തമിഴ് ഈ ക്യാരക്ടറിൽ ഇവൻ മാച്ച് ആവും, അപ്പൊ ഇവനെ വിളിക്കാം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചാൻസ് കിട്ടും. സോ നിങ്ങൾക്ക് അറിയാവുന്ന ലാംഗ്വേജസ് എല്ലാം എടുത്തു പറയുക. ദാറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, സോ ഗൈസ് നെക്സ്റ്റ് പോയിന്റ് ആണ് ഫോൺ നമ്പർ. ഗൈസ് ഫോൺ നമ്പറിന്റെ കാര്യത്തിൽ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. ചില സമയത്ത് ഫോൺ നമ്പർ ഇൻക്ലൂഡ് ചെയ്യാം, ചില സമയത്ത് ഫോൺ നമ്പർ ഇൻക്ലൂഡ് ചെയ്യാൻ പാടില്ല. കാരണം ഇപ്പോൾ വലിയ വലിയ ആഡ് ആയിക്കോട്ടെ, ഫാഷൻ ഷോ ആയിക്കോട്ടെ, ഓർഗനൈസ് ചെയ്യുന്ന വലിയ മോഡലിംഗ് ഏജൻസി ആണെങ്കിൽ നിങ്ങൾക്ക് ഫോൺ നമ്പർ ഇൻക്ലൂഡ് ചെയ്യാം. കാരണം അവർ ഡയറക്റ്റ് കാസ്റ്റിംഗ് ആണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സിനിമയിൽ ഡയറക്റ്റ് കാസ്റ്റ് ചെയ്യുന്ന വലിയ വലിയ ഏജൻസി ആണെങ്കിൽ നിങ്ങൾക്ക് ഫോൺ നമ്പർ അയക്കാം. കാരണം അവർക്ക് നിങ്ങൾ ഇൻട്രോ വീഡിയോ കിട്ടുന്നു, നിങ്ങൾ ഓക്കെ ഈ ക്യാരക്ടറിന് മാച്ച് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും, അതുകൊണ്ട് പെർഫോം ചെയ്യണം, അത് വേറെ കാര്യം. ബട്ട് ദെൻ ഡയറക്റ്റ് ഷോർട്ട് ലിസ്റ്റിംഗ് ആണ് അവിടെ നടക്കുന്നത്. പക്ഷേ ഇപ്പൊ ചില സന്ദർഭങ്ങളിൽ ഇപ്പോൾ ഒരു വലിയ കാസ്റ്റിംഗ് ഏജൻസിക്ക് കുറെ വർക്ക് ഉണ്ട്, തിരക്കാണ്. അപ്പൊ ചില ക്യാരക്ടേഴ്സ് ഒന്നും അവർക്ക്, ചെറിയ ക്യാരക്ടേഴ്സ് ഒന്നും കണ്ടുപിടിക്കാൻ സമയമില്ല. കാരണം അത്ര കുറെ വർക്ക് ഉണ്ടെങ്കിൽ അവർ കാസ്റ്റിംഗ് ഏജൻസ് ഉണ്ടാവും. അപ്പൊ ഈ കാസ്റ്റിംഗ് ഏജൻസിനോട് പറയും എനിക്ക് ഇന്ന ക്യാരക്ടർ വേണം, അപ്പൊ ഒന്ന് നിങ്ങൾ ഈ ക്യാരക്ടർ മാത്രം കണ്ടുപിടിക്കുന്നുണ്ട്, അവർക്ക് ആ വർക്ക് കൊടുക്കും. അപ്പൊ ഈ കാസ്റ്റിംഗ് ഏജൻസ് എപ്പോഴും നിങ്ങളടുത്ത് ഇൻട്രോ വീഡിയോ ചോദിക്കുമ്പോൾ ഫോൺ നമ്പർ ഉണ്ടെങ്കിൽ ഫോൺ നമ്പർ അത് കളയാൻ പറയും അവര്. കാരണം നിങ്ങളുടെ കോൺടാക്ട് എല്ലാം നടക്കുന്നത് ഈ കാസ്റ്റിംഗ് ഏജന്റ് ത്രൂ ആണ് നേരെ നടക്കുന്നത് അവിടെ. അല്ലാതെ കാസ്റ്റിംഗ് ഏജൻസി നിങ്ങളും തമ്മിൽ ഡയറക്റ്റ് കോൺടാക്ട് വരുന്നില്ല, ഒരു മിഡിൽ മാൻ ഉണ്ട് അവിടെ. അപ്പൊ കാസ്റ്റിംഗ് ഏജൻസി ഈ ഏജന്റിനോട് പറയും ഈ കാസ്റ്റിംഗ് ഏജന്റ് നിങ്ങളെ കോൺടാക്ട് ചെയ്യും, നിങ്ങൾ തിരിച്ച് കാസ്റ്റിംഗ് ഏജന്റിനോട് നിങ്ങളെ വീഡിയോ കാര്യങ്ങളൊക്കെ കൊടുക്കും. ഈ കാസ്റ്റിംഗ് ഏജന്റ് വലിയ കാസ്റ്റിംഗ് ഏജൻസിക്ക് ഈ പറയുന്ന പോലെ നിങ്ങളുടെ പ്രൊഫൈൽ ഫോർവേഡ് ചെയ്യും. അപ്പൊ ഡയറക്റ്റ് കോൺടാക്ട് നിങ്ങളുടെ മെയിൻ കാസ്റ്റിംഗ് ഏജൻസിയായിട്ട് നടക്കുന്നില്ല. സോ ആ സന്ദർഭങ്ങളിലൊക്കെ ഫോൺ നമ്പർ വെക്കാൻ പാടില്ല. അത് അവരുടെ ഒരു റൂളാണ്. കാരണം ഓഫ് കോഴ്സ് അറിയാലോ നിങ്ങൾക്ക്. സോ ഞാൻ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടും ഷൂട്ട് ചെയ്യുക. ഫോൺ നമ്പർ ഇൻക്ലൂഡ് ചെയ്തൊരു വീഡിയോ ഷൂട്ട് ചെയ്യുക, ഫോൺ നമ്പർ ഇല്ലാതെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുക. ഇപ്പോൾ കാസ്റ്റിംഗ് ഏജന്റ് പറയുന്നുണ്ടെങ്കിൽ ഫോൺ നമ്പർ മാറ്റുക എന്ന് പറഞ്ഞാൽ ഫോൺ നമ്പർ ഇല്ലാത്തത് കൊടുക്കുക. ഫോൺ നമ്പർ ഇൻക്ലൂഡ് ചെയ്യാൻ വലിയ വലിയ ഏജൻസി ഒക്കെ ആണെങ്കിൽ ഫോൺ നമ്പർ ഉള്ളത് കൊടുക്കുക, നോ പ്രോബ്ലം. ഓക്കെ, സോ ഗൈസ് ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, പ്രൊഫൈൽസ്. എപ്പോഴും ഒരു ഇൻട്രോ വീഡിയോ എൻഡ് ചെയ്യുമ്പോൾ, മോഡലിംഗ് ആയിക്കോട്ടെ ആക്ടിംഗ് ആയിക്കോട്ടെ, നിങ്ങൾ നിങ്ങളുടെ പ്രൊഫൈൽസ് കാണിക്കുന്നത് നന്നായിരിക്കും. നിങ്ങൾക്ക് ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് 1 മിനിറ്റ് 1.5 മിനിറ്റിനുള്ളിൽ വീഡിയോ തീർന്നാൽ നിങ്ങൾക്ക് പ്രൊഫൈൽസ് ഇൻക്ലൂഡ് ചെയ്യാം. എന്താണ് പ്രൊഫൈൽസ്? ഞാൻ ഇവിടെ ഒരു റെഫറൻസ് വീഡിയോ കൊടുത്തേക്കാം. 3 പ്രൊഫൈൽസ് ഉണ്ട്. ഒന്നാമത്തെ നിങ്ങളുടെ ഫ്രണ്ട് പ്രൊഫൈൽ, രണ്ടാമത്തെ നിങ്ങളുടെ റൈറ്റ് സൈഡ് പ്രൊഫൈൽ, മൂന്നാമത്തെ നിങ്ങളുടെ ലെഫ്റ്റ് സൈഡ് പ്രൊഫൈൽ. ഈ പ്രൊഫൈൽസ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ പ്രൊഫൈൽസ് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഈ സിനിമയിലും കാര്യങ്ങളിലൊക്കെ എല്ലാം നേരെയല്ല ക്യാമറ വരുന്നത്. എപ്പോഴും ചില സമയത്ത് സൈഡ് ആംഗിളിൽ ക്യാമറ വരും, ബാക്കിൽ വരും. അപ്പൊ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ പ്രൊഫൈൽസ് അറിഞ്ഞിരിക്കണം. ഒരാൾ ഈ സൈഡ് ഞാൻ ചെരിഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും, ഈ സൈഡ് ചെരിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും. ആഡിനായിക്കോട്ടെ, ആഡിനാണെങ്കിൽ പോലും, അല്ലെങ്കിൽ പ്രിന്റ് ഷൂട്ടിന് പോലും ചില സമയങ്ങളിൽ പോസ്റ്റ് ചെയ്യുന്നത്, അതായത് മാഗസീൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആഡിന് നിങ്ങൾ നേരെ ആയിരിക്കില്ല പോസ്റ്റ് ചെയ്യുന്നത്. ചിലപ്പോൾ സൈഡ് പോസ്റ്റ് ഒക്കെ ആയിരിക്കും കൊടുക്കുന്നത്. ഒരു ഗ്രൂപ്പ് ഒക്കെ ആയിട്ടുള്ള ഒരു ഫോട്ടോസ് ഒക്കെ ആണെങ്കിൽ സൈഡ് പോസ്റ്റ് കൊടുക്കണം. അപ്പൊ നിങ്ങളുടെ പ്രൊഫൈൽ കാണുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ഇൻട്രോ വീഡിയോ എപ്പോഴും എൻഡ് ചെയ്യുമ്പോൾ പ്രൊഫൈൽസ് കാണിച്ചിട്ട് വേണം എൻഡ് ചെയ്യാൻ. സോ ഗൈസ്, ഒരു വീഡിയോ നിങ്ങൾ എൻഡ് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു താങ്ക് യു പറയാ, ഒരു നന്ദി പറയാ. കാരണം ഒരു ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങൾ കാണിക്കണം. കാരണം അതൊരു ഗുഡ് മാനേഴ്സിന്റെ ലക്ഷണമാണ്. അപ്പൊ ആ മാനേഴ്സ് നിങ്ങൾ കീപ്പ് ചെയ്യുക. ചെറിയൊരു പോയിന്റ് ആണ്, ബട്ട് വെരി എഫക്റ്റീവ്. നല്ലൊരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാൻ സഹായിക്കും. ആൻഡ് വൺ മോർ തിങ്, ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇത് എന്റെ പേഴ്സണൽ ഇൻട്രോ വീഡിയോയുടെ ഫോർമാറ്റ് ആണ്. എനിക്കൊരു മൂവി കാസ്റ്റിംഗ് അല്ലെങ്കിൽ മോഡലിംഗ് കാസ്റ്റിംഗ് വരുമ്പോൾ ഞാൻ അയക്കുന്ന ഇൻട്രൊഡക്ഷൻ വീഡിയോയുടെ അതേ ഫോർമാറ്റ് ആണ് ഞാൻ നിങ്ങളുടെ ഓപ്പൺ ആയിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇതുപോലെ നിങ്ങൾ ഷൂട്ട് ചെയ്തോളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ യു ക്യാൻ ഇംപ്രൊവൈസ്. നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം. നിങ്ങൾക്ക് ഇംപ്രൊവൈസ് ചെയ്ത് നിങ്ങളുടേതായ ഒരു വെർഷൻ ഇൻട്രോ വീഡിയോ, നിങ്ങളുടേതായ ഒരു സാധനം, പുതിയൊരു സാധനം
നിങ്ങൾക്ക് തയ്യാറായാം, അത് നിങ്ങളുടെ ഇഷ്ടം. ബട്ട് എൻ്റെ ജോലി എന്ന് വെച്ചാൽ എനിക്കറിയുന്ന അറിവ് അല്ലെങ്കിൽ എൻ്റെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാനത് ചെയ്യുന്നു. ഓക്കെ, ഓൺ ദാറ്റ് നോട്ട് ഗൈസ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ആൻഡ് ഓഫ് കോഴ്സ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള കിടിലൻ വീഡിയോസ് ആണ് വരുന്നത്. ഇൻസ്റ്റാഗ്രാം ഡെഫിനറ്റ്ലി പോയി ചെക്കൗട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം, അല്ലെങ്കിൽ കുഴപ്പമില്ല. നമുക്ക് അടുത്ത വീഡിയോ കാണാം. That's pretty much it. Until next time, ഞാൻ നിങ്ങളുടെ സ്വന്തം അഭിഷേക് ഷെനോയ്. Signing out. I love you all.